GK സാറിനും അമ്മയുടെയും സകല ഗുരു പരമ്പരയുടെയും പാദങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായതുകൊണ്ട് അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അദ്വൈത ചിന്താ പദ്ധതി എന്ന പുസ്തകത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ പ്രബന്ധമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി നമുക്ക് വേദങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ജീവന്, അതായത് മനുഷ്യന് ധർമ്മ അധർമ്മ വിവേകത്തെയും ജീവബ്രഹ്മ ഐക്യബോധത്തെയും ഉണ്ടാക്കി കൊടുക്കുന്ന ജ്ഞാന ഭണ്ഡാരങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടാണ് എല്ലാവരും വിശ്വസിച്ചു പോകുന്നത്. വേദങ്ങൾ 4ആയി തരംതിരിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈ വേദത്തിൽ തന്നെ 2 ഭാഗങ്ങളാണുള്ളത്. കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എന്ന് പറയുന്നത്. ഈ കർമ്മകാണ്ഡങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പൂജാതി കർമ്മങ്ങളും യാഗാദി കർമ്മങ്ങളും ദൈനംദിന ജീവിത കർമ്മങ്ങളും ഇതെല്ലാം കർമ്മകാണ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ കർമ്മകാണ്ഡത്തിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നിങ്ങനെ നമ്മളെ ഉപദേശിക്കുന്നതായിട്ട് 2 വാക്യങ്ങളുണ്ട്. അതിന് പറയുന്നതാണ് വിധിവാക്യങ്ങളും നിഷേധവാക്യങ്ങളും. വിധിവാക്യങ്ങൾ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മളുടെ ജീവൻ്റെ പുരോഗതിക്കായിട്ട് വേണ്ടി നമ്മൾ നടത്തുന്ന പൂജാകർമ്മങ്ങൾ, ആചാരങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, ദൈനംദിന ജീവിത കർമ്മങ്ങൾ ധർമ്മത്തിനനുസരിച്ച് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മളെ ഉപദേശിക്കുന്ന വാക്യങ്ങളാണ് വിധിവാക്യങ്ങൾ എന്ന് പറയുന്നത്. നിഷേധവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, അതായത് അധാർമികമായിട്ടുള്ള നീചകർമ്മങ്ങളായ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വ്യഭിചാരം, മദ്യപാനം, അസത്യഭാഷണം, മോഷണം, ഇങ്ങനത്തെ മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ, ആധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ ഉപദേശിക്കുന്ന വാക്യങ്ങളാണ് നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ വിധിവാക്യങ്ങളിൽ കൂടി നമ്മൾക്ക് ഇതുവരെ ലഭിക്കാത്ത പലതിനെയും നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന വാക്യങ്ങളാണ്. അതായത് അപ്രാപ്ത പ്രാപ്ത എന്ന് പറയുന്നത്. ഇതുവരെ പ്രാപ്യമല്ലാത്തതിനെ പ്രാപിക്കുക, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിനെ ലഭിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഓരോ ആഗ്രഹങ്ങളായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ വരും, പൂജകൾ കഴിക്കും, പേരും നാളും ഒക്കെ പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിക്കും. അങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ആഗ്രഹം സഫലീകരിക്കുന്നതാണോ അല്ലേ? അതുപോലെ ഓരോരോ പൂജകളിൽ കൂടിയും യാഗാദി കർമ്മങ്ങളിൽ കൂടിയും നമ്മളോരോ പൂജകളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആരെയും ദ്രോഹിക്കാതെ ധർമ്മത്തിനനുസരിച്ച് നമുക്ക് ഉപദേശിക്കുന്ന വാക്യങ്ങളാണ് വിധിവാക്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങളൊക്കെ എത്ര ഐശ്വര്യങ്ങളൊക്കെ നേടി ജീവിച്ച് വന്നെന്ന് പറഞ്ഞാലും എത്രയൊക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ഒരു ദുഃഖം നമ്മളിങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഈ ദുഃഖത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നമ്മൾ ആരും മുക്തരാകുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്ന് പരിപൂർണ മുക്തി ലഭിക്കണമെങ്കിൽ ആത്മജ്ഞാനം നേടണം. ആത്മജ്ഞാനം നമ്മൾ അറിയണം. ഈ ആത്മജ്ഞാനം നമ്മൾ നേടാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പോലുള്ള ക്ലാസ്സുകൾ, ഭാഗവതം, നാരായണീയം, ഉപനിഷത്തുകൾ, വേദങ്ങളിലൊക്കെ നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുകയും അതിൻ്റെ തത്വം മനസ്സിലാക്കി അതൊക്കെ പഠിച്ച് തത്വം നമ്മൾ ഉൾക്കൊണ്ട് ശ്രവണം, മനനം, നിധിധ്യാസനം എന്നീ 3 തലങ്ങളിലൂടെ നമ്മൾ പോകണം. അതായത് ശ്രവിക്കുക, നന്നായിട്ട് മനനം ചെയ്യുക, എന്നിട്ടത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സുഖം ദുഃഖം എന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് നമ്മൾ ഉയരാൻ തുടങ്ങും. അങ്ങനെ ഈ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന തത്വം അറിഞ്ഞിട്ട് ആ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതത്തെ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആനന്ദകരമായിട്ട് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ ഉപദേശിക്കുന്ന, നമുക്ക് ജ്ഞാനം തരുന്ന ഭാഗമാണ് ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത്. ഈ ആത്മജ്ഞാനത്തെക്കുറിച്ചും പിന്നെ ബ്രഹ്മാത്മീകത്തെക്കുറിച്ചും പറയുന്ന വേദവാക്യങ്ങളാണ് സിദ്ധാർത്ഥ ബോധക വാക്യങ്ങൾ എന്നുള്ളത്. അതായത് നമുക്ക് കിട്ടിയത് തന്നെ പിന്നെയും കിട്ടുന്നത്. പ്രാപ്ത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചത് തന്നെ പിന്നെയും പ്രാപിക്കുക. അപ്പം നമ്മൾ ആലോചിക്കും കിട്ടിയത് തന്നെ എങ്ങനെയാണ് പിന്നെയും കിട്ടുന്നത് തന്നെ. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു കണ്ണാടി വെച്ചിട്ട് ഒരു പുസ്തകം വായിക്കുകയാണെന്ന് കരുതുക. അദ്ദേഹം കുറേ നേരം പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ തളർന്നുപോയി, ക്ഷീണിതനായി.
അദ്ദേഹം കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതിയിട്ട് ആ കണ്ണട എടുത്ത് നെറ്റിയുടെ മുകളിലോട്ട് വെക്കുകയും കുറച്ചു നേരം നിന്ന് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഓടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കടലാസ് കഷ്ണം കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കടലാസ് കഷ്ണം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ണട തപ്പാൻ തുടങ്ങി. കണ്ണട തപ്പി കണ്ണട കാണാഞ്ഞപ്പോൾ എൻ്റെ കണ്ണാടി കാണുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു, കണ്ണടയല്ലേ തൻ്റെ തലയിൽ അല്ലെങ്കിൽ നെറ്റിയുടെ അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ കണ്ണട കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ച കണ്ണാടി നഷ്ടപ്പെട്ടു പോയിരുന്നു. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ണാടി ഉണ്ടായിരുന്നു, എന്നാലും അദ്ദേഹം കയ്യിൽ നഷ്ടപ്പെട്ടു പോയില്ല. ഈ നഷ്ടപ്പെട്ടു പോയി എന്നൊരനുഭവം അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയതാണ്. നഷ്ടപ്പെട്ടു പോയി എന്നൊരനുഭവം വന്നതാണ്. കിട്ടി എന്നൊരനുഭവം ജ്ഞാനം കൊണ്ടാണ് ഉണ്ടായത്. അതുപോലെയാണ് നമ്മളുടെ എല്ലാം അവസ്ഥ. നമ്മളുടെ കയ്യിൽ ഓൾറെഡി മോക്ഷമുണ്ട്, അത് നേടാനുള്ളതൊന്നുമല്ല, പക്ഷെ നമ്മൾ മറന്നു പോയതാണ്. നമ്മൾ സ്വയം മറന്നുപോയതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വാക്യമാണ് സിദ്ധാർത്ഥ ബോധക വാക്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സ്വയം മറന്നുപോയ ആത്മസ്വരൂപമാണ് നമ്മളെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് നാല് സിദ്ധാർത്ഥ മഹാവാക്യങ്ങളാണ് സിദ്ധാർത്ഥ ബോധവാക്യങ്ങൾ എന്നുള്ളത്. ഇതിന് ചതുർവേദ മഹാവാക്യങ്ങൾ എന്നും പേരുണ്ട്. ആ 4 വാക്യങ്ങളാണ് പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മം ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങൾ 4 വേദങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്നാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു വാക്യം നല്ല വിധം തത്വം അറിഞ്ഞ് ശ്രവണം, മനനം, വിദ്യാഭ്യാസം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മൾക്ക് മോക്ഷം പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഞാനിവിടെ തത്വമസി എന്ന വാക്കാണ് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു അയ്യപ്പ ക്ഷേത്രമായതുകൊണ്ടും പിന്നെ ഈ തത്വമസി എന്ന മഹാവാക്യമാണ് ശബരിമലയിൽ മഹാവാക്യം എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ തത്വമസിയെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. തത്വമസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത് കേൾക്കും ഭയങ്കര ഈസിയാണെന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥവും ആ വാക്കുകളിലെ തത്വങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി അതിൻ്റെ ഈ മഹാവാക്യങ്ങളുടെ വാച്യാർത്ഥം എന്താണ്, ലക്ഷ്യാർത്ഥം എന്താണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥത്തിന് വാച്യാർത്ഥം എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോട്ടിലുണ്ട്, ഒരു രോഗിയോട് പറയുക ആ ബോട്ടിലെടുത്ത് കഴിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ വാച്യാർത്ഥം എന്ന് പറയുന്നതാണ് ഈ ബോട്ടിലെടുത്ത് കഴിക്കുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബോട്ടിലുള്ള മരുന്നെടുത്ത് കഴിക്കൂ എന്നാണ് രോഗിയോട് നമ്മൾ പറയുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യാർത്ഥം. അതായത് ബോട്ടിലെടുത്ത് കഴിക്കുക എന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്നോട് ചോദിക്കുന്നു എവിടെയാണ് നിൻ്റെ വീട്. അപ്പോൾ ഞാൻ പറയുന്നത് തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പം അത് തൃശ്ശൂരാണ് എന്നുള്ളൊരു വാച്യാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം തൃശ്ശൂരിൽ മുഴുവനും അല്ല എൻ്റെ വീട്, തൃശ്ശൂരിൽ ഏതോ ഒരു ഭാഗത്താണ് വീടുള്ളത്. അതാണ് അതിൻ്റെ ലക്ഷ്യാർത്ഥം. ഇതാണ് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും. ഈ 4 മഹാവാക്യങ്ങളിൽ ഇതുപോലെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും എല്ലാം നമ്മൾ തത്വം അറിഞ്ഞ് ഈ ജീവിതത്തിൽ പാട്ടാൻ തുടങ്ങുകയാണെങ്കിൽ ജീവിത ലക്ഷ്യമായ മോക്ഷതലത്തിലേക്ക് തന്നെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഇനി ജീവൻ എന്ന പദത്തിന് വേദം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ദേഹവുമായിട്ട് താതാത്മ്യമുള്ളതിനാണ് ജീവൻ എന്ന് പറയുന്നത്. ദേഹത്തിനെയും അതിൻ്റെ അനുഭവങ്ങളെയും താഴ്ന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്നത് സാങ്കേതിക പദം മാത്രമാണ്. അന്ധകരണത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ എന്ന അനുഭവത്തിന് ആരാണോ സാക്ഷിയാവുന്നത് അതാണ് ആത്മാവ്. യഥാർത്ഥത്തിൽ ജീവൻ എന്നൊന്നില്ല. അവിദ്യ കാരണമാണ് നമുക്ക് ജീവൻ എന്നൊരു ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ജീവൻ്റെ അവിദ്യയെ നീക്കി കഴിയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമുക്കെല്ലാം മനസ്സിലാവും ഈ സർവ്വലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന്. ഈ അവിദ്യ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ജീവത്വം എന്ന അവസ്ഥയിൽ നിന്ന് ബ്രഹ്മത്വം എന്ന അവസ്ഥയിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിയും. പ്രകൃതിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രകൃതി മായയാണ്, മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നതാണ്, അതായത് സ്ഥിരമല്ലാത്തതാണ്. അതേസമയം ബ്രഹ്മം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രകൃതിയിലെ പ്രകൃതിയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്. അതായത് അത് നമ്മൾക്ക് താൽക്കാലികമായി അത് ഉണ്ടെന്ന് തോന്നുന്നതാണ്.
അപ്പോൾ ഈ ജീവനിലെ അവിദ്യയെയും പ്രകൃതിയുടെ മായയെയും തള്ളിക്കളയുവാണെങ്കിൽ ഈ ജീവനും പ്രകൃതിയും ഒന്ന് തന്നെയാണ്, ബ്രഹ്മമാണ്, ഒരേ സ്വരൂപമാണ്, ഏക സ്വരൂപമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഉപദേശിക്കുന്ന ഒരേ ബ്രഹ്മമാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അതിനുവേണ്ടി നമുക്ക് നിരന്തര സ്മരണ വേണം. ഈ ഓരോ എല്ലാം ഒന്നാണ്. അതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെയാണ്. എല്ലാം ഒന്നാണ്, ഏകമാണെന്ന് നമ്മളെ മനസ്സിലാക്കുന്നതാണ് അദ്വൈതം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ. ഇങ്ങനെ നമ്മൾ നിരന്തര സ്മരണയിലൂടെ നമ്മളത് അനുഭൂതിയിൽ വരുത്തണം. ഈ ജീവനിൽ തന്നെ അവിദ്യ നമ്മൾ നീക്കിക്കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് രക്ഷപ്പെട്ടാൽ തന്നെ നമ്മൾക്ക് ബ്രഹ്മസാക്ഷാത്കാരമായി. ഈ അവിദ്യയുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ശാസ്ത്രം പഠിക്കുന്നതും പിന്നെ ഉപനിഷത്തുകളും ഈ പ്രോഗ്രാം വരെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത് പോലും ഈ അവിദ്യാനാശത്തിന് വേണ്ടിയുള്ള ഉദ്ദേശമാണ്. ഈ തത്വമസി എന്നൊരു മഹാവാക്യം സാമവേദത്തിലുള്ള ഛാന്തോഗ്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. ഈ 6-ാം അധ്യായം തന്നെ ഒരു കഥയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതായത് അരുണന്റെ പുത്രനാണ് ഉദ്ധാലകൻ. ഈ ഉദ്ധാലകൻ്റെ പുത്രൻ ശ്വേതകേതു. ശ്വേതകേതു സ്വന്തം മകനെ പിന്നെ അധ്യയനത്തിന് വേണ്ടി ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. ഒരു 12 വയസ്സായതിനു ശേഷം ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. അവിടെ ശ്വേതകേതു അവിടെ താമസിച്ച് 12 വർഷം സകല വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ താനെന്തോ വലിയ ഭാവമാണ്, ഗർവിഷ്ഠനായി തീർന്നു. എന്തോ എല്ലാം അറിയുന്നവനാണെന്നുള്ളൊരു ഭാവം വരികയും ഭയങ്കര അഹങ്കാരിയായി തീരുകയും ചെയ്തു. അവിടെ നിന്ന് 12 വർഷത്തിന് ശേഷം തിരികെ വീട്ടിലെത്തിയ ശ്വേതകേതു വളരെ ഒട്ടും വിനയമില്ലാതെയും ഭയങ്കര അഹങ്കാരത്തോടു കൂടിയുമാണ് തിരികെ വന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനായ ഉദ്ധാലകന് വളരെ സങ്കടം തോന്നി. സാധാരണ എല്ലാവരും ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ കൂടുതൽ വിനയം ആർജിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് നേരെ മറിച്ചായിരുന്നു. അത് കണ്ടപ്പോൾ മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഉദ്ധാലകൻ ചോദിക്കുകയുണ്ടായി, മകനെ, എന്താണ് നീ ഇത്ര വിനയമില്ലാത്തവനായി തീരുന്നത്? നീ ഇത്ര ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് എന്തുകൊണ്ട് നീ ഇങ്ങനെ വിനയമില്ലാത്തവനായി തീർന്നത് എന്ന് ചോദിക്കുന്നു. യാതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാത്തിനെയും അറിയുന്നത്? അങ്ങനെ ഒരു ബ്രഹ്മതത്വത്തെ പറ്റി അവിടെയൊന്നും ഉപദേശിച്ച് തന്നില്ലേ നിനക്ക്? നീ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ എന്ന് മകനോട് ചോദിക്കുന്നു. അപ്പോഴാണ് മകന് മനസ്സിലായത്, ഞാനൊന്നും എല്ലാം അറിഞ്ഞിട്ടില്ല, എന്തോ ഒന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. അപ്പം ഞാൻ അച്ഛനോട് അവൻ യാചിക്കുന്നു, എനിക്ക് പറഞ്ഞു തന്നാലും എന്താണ് ആ ബ്രഹ്മതത്വം. അങ്ങനെ ഉദ്ധാലകന് മനസ്സിലായി, അവൻ്റെ അഹങ്കാരം കുറഞ്ഞു എന്ന് മനസ്സിലായി. വളരെ സന്തോഷത്തോടെ ഈ ബ്രഹ്മതത്വം അവന് ഉപദേശിച്ചു കൊടുക്കുന്നു. അതാണ് തത്വമസി എന്ന് പറയുന്നത്. തത്വമസി എന്ന് പറയുന്നത് 3 വാക്കുകളാണ്. തത്ത്, ത്വം, അസി എന്നാണ്. തത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം അത് എന്നും, ത്വം എന്ന പദത്തിൻ്റെ അർത്ഥം നീ എന്നും, അസി എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നതാണ്. അത് നീ ആകുന്നു. തത്ത് എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം ഈശ്വരൻ എന്നും, ത്വം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം ജീവൻ എന്നുമാകുന്നു. ഇതിലെ വാച്യാർത്ഥമായ ഈശ്വരനെയും ജീവനെയും തള്ളിക്കളയുവാണെങ്കിൽ നമുക്ക് ലക്ഷ്യാർത്ഥമായ ബ്രഹ്മയും ആത്മാവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ നോക്കുവാണെങ്കിൽ അതെല്ലാം ഒരേ ചൈതന്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അടുത്ത് അയമാത്മാ ബ്രഹ്മ എന്ന ഒരു മഹാവാക്യമാണ്. ഇത് അഥർവവേദത്തിലെ മാണ്ഡൂകോപനിഷത്തിലുള്ളതാണ്. എല്ലാം ബ്രഹ്മമാണ്, ഇതും അതേ സെയിം തത്വമാണ്, എല്ലാം ബ്രഹ്മമാണ് എന്ന് ഉപദേശിച്ച് ആ തത്വത്തെ അനുഭവമാക്കി കൊടുക്കുന്നതാണ്, ശിഷ്യർക്ക് അനുഭവമാക്കി കൊടുക്കുന്നതാണ്. ഇതിലും വാച്യാർത്ഥങ്ങളും ലക്ഷ്യാർത്ഥങ്ങളും എല്ലാം നല്ലതായിട്ട് വിശദീകരിച്ച് അനുഭവമാക്കി കൊടുക്കുന്നതാണ് അയമാത്മാ ബ്രഹ്മ എന്നുള്ളത്. ഇവിടെയും ആത്മ എന്നത് ജീവൻ എന്നും ബ്രഹ്മ എന്നത് ഈശ്വരൻ എന്നും വാച്യാർത്ഥമാണ്. അതിൻ്റെ ലക്ഷ്യാർത്ഥം ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മമാണ് എന്ന് കാണിക്കുന്നത് തന്നെയാണ്. എല്ലാം ഒരേ ചൈതന്യമാണ്, ബ്രഹ്മമാണ്, അദ്വൈത സിദ്ധാന്തം. അതാണ് ഈ 4 വാക്യങ്ങളിലും അടങ്ങിയിരിക്കുന്നത്. നമ്മൾക്കൊക്കെ ഈ ദേഹബോധമുള്ളിടത്തോളം കാലം നമ്മൾക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ ചെയ്ത് പോയേ മതിയാവുള്ളൂ. ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്ത് ധർമ്മത്തോടെ നമ്മൾ ഈ പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകളും ഉപനിഷത്ത് ക്ലാസ്സുകളും പല ക്ലാസ്സുകളിലും തത്വവും മനസ്സിലാക്കി ഇതുപോലെ മഹാവാക്യങ്ങൾ
പ്രത്യേകിച്ച് സിദ്ധാർത്ഥ ബോധക വാക്യങ്ങളിലെ 4 മഹാവാക്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്യങ്ങളെടുത്ത് തത്വം അറിഞ്ഞ് നമ്മളത് ജീവിതത്തിൽ ശ്രവണം മനനം വിദ്യാഭ്യാസം ജീവിതത്തിൽ നമ്മളത് പകർത്തി ഓരോ പ്രാവശ്യം ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ ഒരു തത്വം. ഓരോ മൊമെന്റിലും നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ മെല്ലെ മെല്ലെ ഓർമ്മിപ്പിച്ച് നമ്മൾ ധർമ്മത്തിൻ്റെ ഇതിൽ നമ്മൾ ഈ പാതയിൽ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുറേ മെല്ലെ മെല്ലെ നമ്മൾക്ക് മനസ്സിലാവും ഇത് ദേഹമല്ല, നമ്മളാരും ദേഹമല്ല, ആത്മാവാണ് എന്ന ബോധത്തിൽ നമ്മൾക്ക് എത്താൻ സാധിക്കും. തത്വം എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നോളും. ഈ മഹാവാക്യങ്ങൾ അങ്ങനെ ഒരു ഗുരുമുഖത്തിൽ നിന്ന് സ്വീകരിച്ച് നമ്മളിങ്ങനെ ഈ തത്വം അറിഞ്ഞ് പോവുകയാണെങ്കിൽ വിചാരം ചെയ്ത് പോവുകയെന്ന ഒരു ശിഷ്യന് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ ശിഷ്യന് ജീവിതം സുഖം ദുഃഖം പ്രാരാബ്ധ കർമ്മങ്ങളോ ബ്രാഹ്മണാദി കർമ്മങ്ങളോ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുകയില്ല. ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള രീതിയിൽ നിഷ്കാമമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ധർമ്മിഷ്ഠനായി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്രകാരം ഈ മഹാവാക്യം ഏതെങ്കിലും ഒരു മഹാവാക്യം ശ്രവണം മനനം നിത്യാസം ചെയ്ത് അജ്ഞാനത്തെ നശിപ്പിച്ച് താൻ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മമാണെന്നറിഞ്ഞ് മുക്തിയെ പ്രാപിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതാണ് സിദ്ധാർത്ഥ ബോധവാക്യങ്ങളുടെ പ്രയോജനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവർക്കും ഇതുപോലെ പല ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനും ഓരോരോ തത്വം അറിഞ്ഞ് അല്ലെങ്കിൽ മഹാവാക്യങ്ങളിൽ നിന്നോ എവിടെ നിന്നോ ഭൗതികതയിൽ ഇതെല്ലാം വേദങ്ങളുടെ സാധനങ്ങൾ തന്നെയാണ്. ഈ തത്വമൊക്കെ അറിഞ്ഞ് നമ്മൾ ശ്രവണം മനനം വിദ്യാഭ്യാസം ചെയ്ത് നമ്മൾ ആ ഒരു ഇതിൽ കൂടി പോവുകയാണെങ്കിൽ തീർച്ചയായും മോക്ഷമുള്ളതാണെന്ന് മോക്ഷം നമുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, മറന്നുപോയതാണ്. ആ മോക്ഷത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ എന്ന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.